തക്കാളി 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 10 കിലോ 100 തക്കാളി 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 മുട്ടയ്ക്ക് വിലയുണ്ട്. 10 കിലോ 100 അല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ തക്കാളി മുട്ടയോട് അടിപൊളി വെറൈറ്റി സാധനം ഉണ്ടാക്കുമ്പോൾ ഇതുവരെ നമ്മൾ തന്നെ അത് കേൾക്കാത്തൊരു സാധനമാണ് അല്ലേ? അപ്പോൾ കുറേ പേര് നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ്സ് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു സ്നാക്ക് വലിയൊരു രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആവശ്യത്തിനുള്ള തക്കാളി ആദ്യം എടുത്തിട്ട് കഴുകിയെടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ എടുത്താൽ മതി. അല്ല ഇതെടുക്കട്ടെ എനിക്ക്. ഇതാണോ ചെറുത്? അപ്പോൾ തക്കാളി ഒന്ന് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ തക്കാളി നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും മുട്ടയും കൊണ്ടൊരു വെറൈറ്റി ഐറ്റമാണ്. പക്ഷെ അത് എന്താ അതിൻ്റെ പേര് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. വെറും തക്കാളി മുട്ട പിന്നെ ഒരു സംഭവം അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ നമുക്ക് അറിയില്ല ശരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഇടാനുള്ള അവകാശം നമ്മൾ നിങ്ങൾക്ക് തരുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താ ഇതിന് അർഹതപ്പെട്ട ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓക്കെ. അപ്പം മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ആവശ്യമുള്ളൊരു സാധനമാണിത്, മുട്ട. അപ്പോൾ ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് ഈ തവയിലാണ്. അപ്പോൾ നമുക്ക് തവ വെക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ ഇതിൽ ഒഴിക്കാം. ഓയിൽ എല്ലാവിടെയും നമുക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത തക്കാളി നമുക്ക് ഈ തവയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റത്തെ തക്കാളിയും കൂടെ വെച്ചു. ഇനിയാണ് നമ്മൾ ഇതിൽ ഗ്യാസ് കത്തിച്ചിട്ടില്ല, ഇനിയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ഗ്യാസ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരൽപ്പം ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി, കുരുമുളക് നമ്മൾ കുറച്ച് നിറയെ തന്നെ ഇടാം. എന്താ വെച്ചാൽ അതിൻ്റെ മണം ഒന്ന് ലെവൽ തന്നെയാണ്. അപ്പോൾ ഓരോ തക്കാളിയായിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ തക്കാളി 2 സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി സാധാരണ എടുത്ത് കളയാൻ പറ്റുന്നതാണ്. വെന്ത് കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ സെപ്പറേറ്റ് ആകും. പക്ഷേ നമ്മളിവിടെ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അതിന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയാം. അപ്പോൾ മുട്ട അപ്പോൾ ചുറ്റും നമുക്കൊന്ന് ചെറുതായി ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് വേകാനായിട്ട് നമ്മളൊന്ന് ഇതൊന്ന് അടച്ചു കൊടുക്കുക. നമുക്കൊന്ന് എടുക്കാമില്ല. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കാം. ഉപ്പ്, അപ്പോൾ നമ്മൾ 4 ലെയർ ഇവിടെ സെറ്റ് ചെയ്ത് അത് നമുക്ക് മുറിച്ചാലോ? സെറ്റ്. നീസോ ഒന്ന് 2 3 4 കറക്റ്റ്. ചൂട് പഠിച്ചോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടയും തക്കാളിയും കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു അടിപൊളി സംഭവം അല്ലേ? അവരിടല്ലേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഇതൊന്നും വലുതാണല്ലോ പഠിച്ചത്. സാറേ ഒന്ന് പിടിക്കടാ, ഇത് പിടിക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരറിയാത്തതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി എന്ന് പറയാമല്ലേ. ഇതിൻ്റെ ഈ റെസിപ്പി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? അതെ, തക്കാളി മുട്ട റെസിപ്പി കേട്ടോ. ഇപ്പോൾ മുട്ട കോസും പൊളി. അടിപൊളി ഒരു അടിപൊളി 4 മണി പലഹാരം പറഞ്ഞ ഇതന്നെ അല്ലേ? നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും വെച്ച് ഇതാണ്. തക്കാളി മുട്ടയൊക്കെ വന്നപ്പോൾ ഒരു പിസ്സാന് ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? പിസ്സാന് ടച്ച് വരുന്നുണ്ട് ഇടയിൽ. അങ്ങനെയുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം ഉഷാറില്ലേ? നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. കഴിക്കാൻ നല്ല ഹെൽത്തി ഫുഡാണ് അല്ലേ? തക്കാളി, മുട്ട, ഉപ്പ്, കുരുമുളക്, ജീരകപ്പൊടി ഇതുണ്ടെങ്കിൽ
ഒരു കിഡിലും സാധനം ഉണ്ടാക്കല്ലേ. പിന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡോ ചപ്പാത്തി അങ്ങനെ തന്നെ കുഴപ്പമില്ല. അല്ല ബ്രെഡ് നിർബന്ധമൊന്നും ഇല്ലല്ലോ, നമ്മൾ ശരിക്കും ബ്രെഡ് നമ്മൾ ആഡ് ചെയ്താണ് ശരിക്കും. അടിപൊളി സാധനം കിട്ടില്ല. ഒന്നുകൂടെ കഴിക്കാം അല്ലേ. നമുക്ക് ഇത് മാത്രം ടേസ്റ്റ് നോക്കാം. ഈ ഒരു ഇല്ലേ പീസ് മാത്രം കഴിയുമ്പോൾ നന്നായിട്ടുണ്ട് അല്ലേ. ഞങ്ങളപ്പോൾ 1-2 കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചായൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കടിയില്ലേ, അങ്ങനെ പറയാം. കടി ഇല്ലെങ്കിൽ ഒരു സ്നാക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിഷിന് നിങ്ങൾ തന്നെ പേരിടണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾ അതൊന്ന് കമൻറ്റിൽ ഇടുക അല്ലേ ശരി. എന്തായാലും ഇടണം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം മറക്കരുത്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വ്യത്യസ്തമായ വീഡിയോയിലും അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.